ഹായ്. നമ്മള് നേരത്തെ പഠിച്ചിരുന്നു SCERTയിൽ ഭരണഘടന വഴിയും വഴികാട്ടിയും എന്നുള്ള ഒരു ചാപ്റ്റർ അല്ലേ? അതുമായി ബേസ് ചെയ്തിട്ട് 20 മാർക്കിന് നടത്തിയിട്ടുള്ള എക്സാം അതിന്റെ ആൻസർ കീയും ഉൾപ്പെടുത്തിയിട്ടുള്ള PDF ആണിത്. അപ്പൊ നോക്കാം നമുക്ക്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദം ഉണ്ടാക്കുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഇത് അഭിപ്രായപ്പെട്ടതാരാ? മഹാത്മാ ഗാന്ധിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാം ആശയങ്ങളാണ് ഭാവി ഇന്ത്യയുടെ ഭരണഘടനയിൽ ഉണ്ടാവണമെന്ന് ഗാന്ധിജി ആഗ്രഹിച്ചത്? ഏതൊക്കെയായിരുന്നു? തുല്യത ഉണ്ടായിരുന്നു, ലിംഗനീതി ഉണ്ടായിരുന്നു, അതുപോലെ എന്താണ് ആ പിന്നെന്താണ് സാഹോദര്യം, പിന്നെ പരമാധികാരം അല്ലെ? ഏതൊക്കെയായിരുന്നു? തുല്യത, ലിംഗനീതി, സാഹോദര്യം, പരമാധികാരം. ഇത് നാലും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകൃതമായ വർഷം 1885. ആ ഡേറ്റും കൂടെ ഒന്ന് ഓർത്ത് നോക്കിയേ. ഒന്ന് അറിയാവുന്നവരൊന്ന് കമന്റ് ചെയ്യുക. ഞാൻ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, പ്രസ്താവനകൾ വിലയിരുത്തുക. അതിലേതൊക്കെ പ്രസ്താവനയാണ് ശരി എന്നുള്ളതാണ്. ഇന്ത്യയിലെ വിവിധ ജനവിഭാഗങ്ങളുടെ പ്രശ്നങ്ങൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നത് INCയുടെ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നു. ശരിയാണ് അല്ലെ? ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. അതും കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് തെരഞ്ഞെടുക്കാം. നമ്മൾ ആ സവിശേഷതയൊക്കെ ആ ഒരു പിക്ചറിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഒന്ന്, കേന്ദ്രത്തിൽ ദ്വിമണ്ഡല സഭ. ശരിയാണോ? അത് ശരിയാണ്. ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ എന്നിവർക്ക് മാത്രം പ്രത്യേക മണ്ഡലങ്ങൾ. അതെന്താണ്? അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ? കാരണം എന്താണ് അങ്ങനെ പറയാൻ കാരണം? അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ദുർബല വിഭാഗങ്ങൾ, സ്ത്രീകൾ, തൊഴിലാളികൾ ഇവർക്ക് പ്രത്യേക മണ്ഡലങ്ങൾ അനുവദിച്ച നിയമം അങ്ങനെയായിരുന്നു. ഓക്കെ, മനസ്സിലായോ? അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ച് ഒപ്പുവച്ചതെന്ന് എന്ന് ചോദിച്ചാൽ 1949 നവംബർ 26-നാണ്. ഓക്കെ ആണല്ലോ? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നത് തെരഞ്ഞെടുക്കാനാണ്. എന്തൊക്കെയായിരുന്നു സവിശേഷതകൾ? അതും നമ്മൾ പറഞ്ഞതാണ്. എന്തൊക്കെയാണ്? ജനങ്ങളുടെ പരമാധികാരം. ശരിയാണ്. സാർവത്രിക പ്രായപൂർത്തി, വോട്ടവകാശം. അതും എന്താണ്? ശരിയാണ്. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. കറക്റ്റ് ആണ്. പാർലമെന്ററി ജനാധിപത്യം. ഇതൊക്കെ നമ്മൾ എന്താണ് ഭരണഘടനയുടെ എന്താണ് സവിശേഷതകളിൽ ഉൾപ്പെടുന്നതാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ? ഇനി എന്താ മറ്റ് സവിശേഷതകളൊക്കെ ഓർക്കുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫെഡറലിസം, ഏകപൗരത്വം നമ്മൾ പറഞ്ഞു, മൗലിക കടമകൾ, നിയമവാഴ്ച, പാർലമെന്ററി ഭരണ സമ്പ്രദായം, ജനങ്ങളുടെ പരമാധികാരം, മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഓർക്കുന്നുണ്ടോ അതൊക്കെ? ഓക്കെ, പിന്നെ എഴുതപ്പെട്ട ഭരണഘടന, സംയുക്ത ഭരണ വ്യവസ്ഥ, ഇതൊക്കെ. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. പിന്നെ അടുത്തത് പോക്സോ അല്ലെ? എന്താ പ്രസ്താവന വിലയിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. പോക്സോ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ, CWPO എന്ന് അറിയപ്പെടുന്നു. നമ്മൾ പഠിച്ചതാണ്. അപ്പൊ അത് ശരിയാണ്. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ പോക്സോ നിയമത്തിന്റെ 44-ാം വകുപ്പ് പ്രകാരം നിരീക്ഷണ സംവിധാനം പോക്സോ മോണിറ്ററിംഗ് ഒരുക്കിയിട്ടുണ്ട്. അതും എന്തായിട്ടുള്ളതാണ്? ശരിയായിട്ടുള്ളതാണ്. ഓക്കെ ആണല്ലോ? പിന്നെ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയി. നേരത്തെ വർഷങ്ങൾ പറയാന്ന് പറഞ്ഞിരുന്നു അല്ലെ? എല്ലാത്തിന്റെയും വർഷങ്ങൾ, ഓരോ നിയമത്തിന്റെ. അതിൽ വനം വന്യജീവി സംരക്ഷണ നിയമം വർഷം വരുന്നത് 1972-ലാണ്. ദേശീയ സുരക്ഷാ നിയമം 1980-ലാണ്. ഓർത്തോക്കുക, ദേശീയ സുരക്ഷാ നിയമം 1980, വനം വന്യജീവി സംരക്ഷണ നിയമം 1972, ദുരന്ത നിവാരണ നിയമം 2005, ഭക്ഷ്യസുരക്ഷാ നിയമം 2013. പിന്നെന്താണ്? ഭൂപരിഷ്കരണ നിയമം. എന്താണ്? ഭൂപരിഷ്കരണ നിയമം എന്താണെന്നറിയോ? 1969 ആണ്. ഓക്കെ, 1969. വിവരാവകാശ നിയമം
അറിയാലേ 2005 അഴിമതി നിരോധന നിയമം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത് 1988 കേട്ടോ അഴിമതി. ഇനി തൊഴിൽ നിയമം വേജസ് ആക്ട്, മിനിമം വേജസ് ആക്ട് എന്ന് പറയുന്നത് 1948 പരിസ്ഥിതി സംരക്ഷണ നിയമം 1986 ഓക്കെ, കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒന്നും കൂടെ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഭക്ഷ്യസുരക്ഷാ നിയമം, ഞാൻ പറയുന്ന ഓരോന്നും കിട്ടുന്നുണ്ടോ നോക്കുക കേട്ടോ. ഭക്ഷ്യസുരക്ഷാ നിയമം 2013, ഭൂപരിഷ്കരണ നിയമം 1969, ഭൂപരിഷ്കരണ നിയമം 1969, ഭൂപരിഷ്കരണ നിയമം 1969. പിന്നെ അഴിമതി നിരോധന നിയമം 1988, തൊഴിൽ നിയമം 1948, തൊഴിൽ നിയമം 1948, പരിസ്ഥിതി സംരക്ഷണ നിയമം 1986, ദുരന്ത നിവാരണ നിയമം 2005, ദേശീയ സുരക്ഷാ നിയമം എന്നാണ്. ദേശീയ സുരക്ഷാ നിയമം അത് 2000, ദേശീയ സുരക്ഷാ നിയമം 1980, ദുരന്ത നിവാരണ നിയമം 2005, വനം വന്യജീവി സംരക്ഷണ നിയമം 1972. കിട്ടിയിട്ടില്ലേ? ഓക്കെ, ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആലോചിച്ച് വെച്ചേക്കേണ്ട മറ്റ് നിയമങ്ങളും അതിന്റെ വർഷങ്ങളും ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ബാലവേല നിരോധന നിയമം 1986, ഇത് കുട്ടികളുടെ അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ഭരണഘടനാനുസൃതമായി നിർമ്മിക്കപ്പെട്ട നിയമങ്ങളാണ്. ബാലവേല നിരോധന നിയമം 1986. 86 വേറൊന്ന് പറഞ്ഞല്ലോ, പരിസ്ഥിതി സംരക്ഷണ നിയമം അല്ലെ, പരിസ്ഥിതി സംരക്ഷണ നിയമം അല്ലെ. ഇനി ബാലനീതി നിയമം അത് 2000. ബാലനീതി നിയമം 2000. വിദ്യാഭ്യാസ അവകാശ നിയമം നമ്മൾ പറഞ്ഞിരുന്നു 2009. ബാലവിവാഹ നിരോധന നിയമം 2006. ഓക്കെ, ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്നതിനുള്ള നിയമം 2012, പോക്സോ ആക്ട് അറിയാലോ. ഇനിയുള്ളത് നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുവാനുള്ള അധികാരം പാർലമെന്റിനാണ് എന്ന് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് എന്നുള്ളത് ചോദിച്ചിരുന്നു. ഏതാണ്? 368. ഓക്കെ, മാറിപ്പോകരുതേ. താഴെ പറയുന്നവയിൽ ഏതാണ് 42ാം ഭേദഗതിയിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ചേർത്തത്? ഇതിലേതായിരുന്നു? അത് സോഷ്യലിസ്റ്റ് ആണ് അല്ലെ. ഇവിടെ ചേർത്തിട്ടുള്ളത് എന്തായിരുന്നു? സോഷ്യലിസ്റ്റ് എന്നുള്ളതായിരുന്നു. അത് ഓർത്തു വെച്ചേക്കാൻ, നമ്മളതൊക്കെ കൃത്യമായിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, സോഷ്യലിസ്റ്റ് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സ്ഥിതി, സമത്വം, മതേതരത്വം എന്നീ ആശയങ്ങൾ. അപ്പൊ പിന്നെ അത് ഏതായിരിക്കും? അത് ഇങ്ങനെ ചോദിച്ചു എന്നേ ഉള്ളൂ. 42 കേട്ടോ. സ്ഥിതി, സമത്വം, മതേതരത്വം എന്നീ ആശയങ്ങൾ കൂട്ടിച്ചേർത്തത് 42ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഉറപ്പു നൽകുന്നത്? ആർട്ടിക്കിൾ 21A. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് ഉറപ്പു നൽകുന്നത് എന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 21A. കിട്ടിയല്ലോ. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഡോക്ടർ BR അംബേദ്കർ. മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നത് ഏതാ? 42ാം ഭേദഗതി. 42ാം ഭരണഘടനാ ഭേദഗതി പാർലമെന്റിൽ പാസ്സായ വർഷം 1976. ഇതൊക്കെ വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് കാണാത്തവര് ആ ഒരു ചാപ്റ്റർ ഫുള്ള് പോയി കാണണേ. ഓക്കെ, പിന്നെ ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം എത്ര? ഭരണഘടനാ നിർമ്മാണം പൂർത്തിയാക്കാൻ എടുത്ത സമയം 2 വർഷം 11 മാസം 17 ദിവസം. അടുത്തത് 17ാമത്തെ ക്വസ്റ്റ്യന്, അടിസ്ഥാന ഘടന എന്ന സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ച കേസ് ഏത്? കേശവാനന്ദ ഭാരതി കേസ് ഓർമ്മയുണ്ടല്ലോ, കാസർഗോഡ്, അതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇനി ഭരണഘടനാ നിർമ്മാണ സഭയുടെ തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ആരായിരുന്നു? അത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. താൽക്കാലിക അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ. ഇനി പ്രസ്താവന വിലയിരുത്തുക. വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നത് മാത്രമല്ല, മെച്ചപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ ജീവിതം ഓരോ ഇന്ത്യക്കാരനും ഉറപ്പാക്കുക എന്നതും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. ശരിയാണ്. ബ്രിട്ടീഷുകാർ 1919 പാസാക്കിയ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്ന നിയമ സംഹിതയാണ് റിപ്പബ്ലിക്കായി മാറും വരെ നമ്മുടെ രാജ്യം പിന്തുടർന്നത്. ശരിയാണോ? അല്ല. അവിടെ എന്താ തെറ്റ്? 1919 അല്ല. എന്താണ് ആൻസർ? 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ളത്.
ഓക്കെ ആണല്ലോ. പിന്നെ ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാ? നമ്മുടെ ഇന്ത്യ തന്നെയാണ് അല്ലെ. നമ്മുടെ ഇന്ത്യ തന്നെയാണ് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ പറയട്ടെ. കുറച്ചു നേരം കൂടെ ഇത് കേൾക്കുക. അതായത് നിലവിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ഉള്ളടക്കം എന്ന് പറയുന്നത് ആമുഖം, 448 അനുച്ഛേദങ്ങൾ. നമ്മൾ വന്ന സമയത്ത് ആ ഭരണഘടന ആദ്യം എത്രയായിരുന്നു? 395 അനുച്ഛേദങ്ങളായിരുന്നു അല്ലെങ്കിൽ ആർട്ടിക്കിളായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ എത്ര പട്ടികകൾ? 8 പട്ടികകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പൊ 12 പട്ടികകൾ. അതുപോലെ 22 ഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോ 25 ഭാഗങ്ങളാണ് ഉള്ളത്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പോക്സോ ഭേദഗതി നിയമം, അതും കൂടെ ഇതിന്റെ കൂടെ ഒന്ന് ഞാൻ ആ ചാപ്റ്ററിൽ പറയാൻ വിട്ടുപോയതാണ്. പോക്സോ ഭേദഗതി നിയമം 2019 അത് പ്രകാരം എന്താ ഈ പോക്സോ ഭേദഗതി നിയമം 2019 രാജ്യസഭ പാസാക്കിയത് എന്ന് ചോദിക്കാം. 2019 ജൂലൈ 24-നാണ്. പിന്നെ ഓഗസ്റ്റ് 1, 2019 ലോകസഭ പാസാക്കി. 2019 ഓഗസ്റ്റ് 1-ന് പോക്സോ ഭേദഗതി നിയമം കേട്ടോ, ഭേദഗതി നിയമം 2019 ഓഗസ്റ്റ് 1-ന് ആര് പാസാക്കി? ലോകസഭ പാസാക്കി. രാജ്യസഭ ജൂലൈ 24-നും ഓഗസ്റ്റ് 1-ന് ലോകസഭയും. അതുപോലെ പോക്സോ ഭേദഗതി നിയമം 2019 പ്രസിഡന്റ് ഒപ്പുവെച്ചത് 4 ദിവസം കഴിഞ്ഞിട്ട്, അതായത് ഓഗസ്റ്റ് 5-ന്. ഓക്കെ ആണല്ലോ. അങ്ങനെ പോക്സോ ഭേദഗതി നിയമം 2019 നിലവിൽ വന്നത് ഓഗസ്റ്റ് 6-നാണ്. ആ 4 ഡേറ്റും ഓർത്ത് വെച്ചേക്കുക. ജൂലൈ 24, ഓഗസ്റ്റ് 1, ഓഗസ്റ്റ് 5, ഓഗസ്റ്റ് 6. ആദ്യം രാജ്യസഭ, പിന്നെ ലോകസഭ, പ്രസിഡന്റ് അങ്ങനെ നിലവിൽ വന്നു. ഓക്കെ, കിട്ടിയല്ലോ. ഇനി നമ്മുടെ കുറച്ചും കൂടെ അഡീഷണൽ ഫാക്ട്സ്. അതായത് ഭരണഘടന ആദ്യമായിട്ട് ഭേദഗതി ചെയ്തത് എന്നാണെന്നറിയോ? 1951-ലാണ്. ഇതുവരെ എത്ര തവണ ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്തിട്ടുണ്ട്? അതായത് 2024 ജൂലൈ വരെ 106 കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന്. അത് ഇതിൽ പറഞ്ഞിട്ടില്ല. ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അടിസ്ഥാന ഘടന എന്ന സിദ്ധാന്തം ജുഡീഷ്യറി മുന്നോട്ട് വെച്ച കേസ് കേശവാനന്ദ ഭാരതി കേസായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആമുഖം ഭരണഘടനയുടെ ഭാഗമാണെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് അത് 1973-ലെ കേശവാനന്ദ ഭാരതി വേഴ്സസ് കേരള സർക്കാർ അതായിരുന്നു കേട്ടോ. ഇനി ആമുഖം ഭരണഘടനയുടെ ഭാഗമല്ലെന്ന് സുപ്രീം കോടതി വിധിച്ചിരുന്നു. അത് ബെറുബാറി യൂണിയൻ കേസ് 1960-ലാണ്. ഓക്കെ, അപ്പോൾ ഇത് ഓർമ്മയുണ്ടോ? ദക്ഷിണാഫ്രിക്ക ഭരണഘടനാ ഭേദഗതി എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടിട്ടുള്ള രാജ്യമായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ 1973 ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഏതൊരു മാറ്റവും വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി വിധിച്ച കേസ് അപ്പോൾ ഏതായിരുന്നു? കേശവാനന്ദ ഭാരതി കേസ് ആയിരുന്നു. ഓർക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മൾ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു. അതായത് 106 ഭേദഗതി അല്ലേ, നമ്മോട് അവിടെ ഫില്ല് ചെയ്യാൻ പറഞ്ഞിരുന്നു. അതായത് 2023 ആ സമയത്ത് പ്രധാനമന്ത്രി മോദി ആയിരുന്നു. നമുക്കറിയാം പ്രസിഡന്റ് ദ്രൗപദി മുർമു. 2023 അല്ലേ. ലോകസഭ, സംസ്ഥാന നിയമസഭകൾ, ഡൽഹി നിയമസഭകൾ എന്നിവിടങ്ങളിൽ വനിതകൾക്ക് എത്ര ശതമാനം സീറ്റുകളാണ് സംവരണം ചെയ്തത്? 33% കേട്ടോ സീറ്റുകൾ. വനിതകൾക്ക് 33% സീറ്റ് സംവരണം വ്യവസ്ഥ ചെയ്യുന്നതിലൂടെ ഭേദഗതി വരുത്തുന്ന ആർട്ടിക്കിൾ 239A ആണെന്നുള്ളത് ഓർത്തു വച്ചേക്കാം. വനിതാ സംവരണ ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത് 2023 സെപ്റ്റംബർ 28-ലാണ് കേട്ടോ. ഈ ഡേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 2023 സെപ്റ്റംബർ 28-നാണ് വനിതാ സംവരണ ബില്ലിന് ആരുടെ അംഗീകാരം ലഭിച്ചത്? രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചത്. ഓക്കെ, അപ്പോൾ പിന്നെ 101 ഭേദഗതി എന്ന് പറയുന്നത് എന്താണെന്നറിയോ? 101 ഭേദഗതി ആ സമയത്ത് മോദിയായിരുന്നു, പ്രണബ് മുഖർജി ആയിരുന്നു പ്രസിഡന്റ്. GSTയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതിയാണ്. GST നിലവിൽ വന്നത് എന്താണെന്നറിയോ? GST 2017 ജൂലൈ 1-നാണ് GST നിലവിൽ വന്നത്. 2017 ജൂലൈ 1. ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് GST നിലവിൽ വന്നത്. 2017 ജൂലൈ 1 പഠിച്ചു വെച്ചേക്കുക. ഒരു മാർക്ക്
നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. 2017 ജൂലൈ 1-നാണ് GST നിലവിൽ വന്നത്. ഇനി GSTയുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത അനുച്ഛേദം ചോദിച്ചാൽ 246A ആണെന്നുള്ളത് ഓർത്തു വെക്കുക. GST കൗൺസിലുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർത്ത അനുച്ഛേദം അത് 279A ആണ്. കിട്ടിയോ? വിദ്യാഭ്യാസാവകാശ നിയമം ഓർമ്മയുണ്ടോ? 2009 6 മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്ന നിയമം ഓർക്കുന്നുണ്ടോ? ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചേക്കുക. അപ്പൊ ശരി, താങ്ക് യു.